ആ എസ് ഐ വന്നിട്ടില്ലടോ, ഞാൻ വിളിക്കാം. ആ അത് 13 മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഉണ്ട്. ഓ ഞാൻ ആളെ വിടാം. ആ സാറേ, എസ് ഐ സാർ എപ്പോഴാ വരുമോ? ആ എസ് ഐ സാറ് വരാറുണ്ട്. അവിടെ ഇരിക്കും. നായർ സാർ. ആ കേട്ടിട്ടുണ്ടോന്ന്? എന്താ ഈ പ്രശ്നം? അതെ, 2 ചെക്കന്മാർ ഇപ്പോൾ വേണ്ടപ്പെട്ട കുട്ടികളാ. ഒരിങ്ങനെ ബൈക്കിന് വരുമ്പോൾ ഒരു ബംഗാളി ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു കൊടുക്കുക. എന്തുണ്ട്? അതെ സാർ, ഞങ്ങൾ സാറേ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. എവിടെ വെച്ചിട്ട്? ചെമ്മോട്ട ജംഗ്ഷനിൽ വെച്ചിട്ട്. ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. അതിൻ്റെ ഇടക്കാണ് ഇടതുവശത്ത് കിടന്ന് കയറി വന്നത്. ശരിക്കും കൈകൊണ്ട് കുറെ കാണിക്കുകയോ ചെയ്തു. തൊള്ളയിൽ കുറെ സിഗ്നൽ ഇങ്ങോട്ട് വന്നിട്ടാണ് എൻ്റെ വണ്ടിയാണ്. ആരുടെ വണ്ടിയാണോ ഇത്? എൻ്റെ വണ്ടിയാണ്. തൻ്റെ ആണോ? പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടോ? പിന്നെന്താ വണ്ടി ഇവിടെ എടുത്ത് മാറ്റടോ. എന്താണത്? ഒരു വണ്ടി വഴി വെച്ചിട്ട് ആരുമില്ല. അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞാ കോടതിയിൽ ആരാ പോയത്? സുധീർ. നമസ്കാരം സാർ. എസ് ഐ ആണ്. എല്ലാം ശരിയാവില്ലേ? സാറേ കയറിക്കോട്ടെ. അവിടെ പോയിരിക്കും. ആ തലയ്ക്ക് പോയിരിക്കും. കൊണ്ടാക്കി വെച്ചേക്കണ കസേര ഉണ്ട്. സാർ എന്താടോ? ജോയിൻ ചെയ്യാവുന്ന സാർ. ജോയിൻ ചെയ്യാവുന്ന സാർ. ആ തനിക്കൊന്നും വേറെ പണിയൊന്നും കിട്ടിയില്ലടോ. ഈ കസേര എന്നാക്കുന്ന കാര്യം എന്തായി? സാർ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ പോലീസാണോ? അതെ സാർ. എങ്കിൽ പോയി അയാളെ പൊക്കി എടുത്തിട്ട് പാടോ. ശരി സാർ. തൻ്റെ നാട് എവിടെയാണെന്നാ പറഞ്ഞത്? നിലമ്പൂരാണ് സാർ. നിലമ്പൂരല്ല, വെടിയുർച്ചയൊക്കെ കിട്ടുമല്ലോ. കിട്ടും സാർ. താൻ വേറെ ലിസ്റ്റിലൊന്നുമില്ലേ? ഇല്ല സാർ. ഇപ്പം ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന സർക്കാർ ഉദ്യോഗം പോലീസാണല്ലേ? ഞാൻ അങ്ങനെയൊന്നുമില്ല സാർ. ഡോനല്ലേ ഇരിക്കി. താനൊക്കെ കൂടിയാ മോഹനെ പൂട്ടാൻ തീരുമാനിച്ചല്ലേ? അതല്ല സാർ, ഇവിടെ വിട്ടുകളാ, ഒരാളുടെ ജോലിക്കാരിയല്ലേ? ഇത് അസോസിയേഷൻ്റെ തീരുമാനമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആരാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പോലീസിൽ ക്രിമിനൽസിനെ വെച്ച് ഉറപ്പിക്കേണ്ടെന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. സാറിന് പറ്റില്ലേ പറഞ്ഞോളൂ, ഞങ്ങൾ പോയിക്കോളാം. എന്നാ നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്. ആ ശരി. നാരേ നാരേ തന്നെ മോഹനോടോ ചെറുക്കനില്ലേ ഷിയാബ? അവനോടും വരാൻ പറ. മോഹനത് നൈറ്റ് ഡ്യൂട്ടിയാ സാർ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ വരാൻ പറ. എന്തായി? ഒപ്പിട്ടിട്ടില്ല സാർ. ആരെ സാർ? ശരിയാക്കി കൊടു. വരും. അന്ന് എനിക്ക് നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. അന്റെ പേര് എവിടെയാ? ടൗണിൽ തന്നെ. ടൗണില് ജുമാഅത്ത് പള്ളിന്റെ അടുത്താ? നമ്മളെ പ്ലാസ കലയിൽ ജഡ്ജനല്ലേ? എന്താ അവിടെ? അല്ല, ഇതിപ്പോ കോളേജിന്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നാ. അല്ല, നമ്മൾ ഇടപെടണം. ഇല്ല, ഇതിപ്പോ പ്രിൻസിപ്പളിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത്. ശരിയാ? ശരിയാ. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ അത് വെച്ചിട്ട് ശരി, നിങ്ങൾ ഇവിടെ ഇങ്ങനെ തൊള്ളപ്പെട്ട് അടിച്ച് കുത്തിരുന്നോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പറ്റൂലേ പറയ്, ഞാൻ എസ് ഐനോട് അറിഞ്ഞോളാം. ഓ, തിരക്കിൻ്റെ ഇടയിൽ കേട്ട കാര്യം കണ്ട് വിട്ടു. ഇഞ്ചക്ഷനോ? അതെ. എന്താ ഇഞ്ചക്ഷൻ? അല്ല, അത് ഈ കോടതിയിൽ നിന്ന്. എസ് ഐ സാർ. പോയില്ല താനിതുവരെ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ തൽക്കാലം മതിൽ വിളിച്ചു കൊടുക്കും, ബാക്കി കാര്യം നമ്മൾ നോക്കാം. ചെല്ലേ. ഓ ശരി, കേട്ടിരിക്കും.
രാവിലെ വിശാല് പിടിച്ചോണ്ട് വന്ന ബംഗാളിക്ക് ഓന്റെ ബൈക്ക് ഇടിച്ചിട്ട് നമ്മളെ ചെക്കന്മാരെയാ. ആണോ? സാറ് പെട്ടെന്ന് തീർത്ത് വിശാലേ കെട്ടിയുടെ കാര്യം എന്താ? അവൻ ആസാമിയാണ് സാർ. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവനും മനസ്സിലാവില്ല. തനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ? കേരള പോലീസിന് ഹിന്ദി അറിയില്ലല്ലോ സാർ. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സാറേ കണ്ടോ? ഇതരാ കണ്ടോ? ഇങ്ങോട്ട് അങ്ങനെ नाम क्या है तुम? सुमंगल। हाँ सुमंगल। नाम बोल। सुमंगल। क्या काम करते हो? बेकरी। क्या? सीमेंट का। क्या? सीमेंट का काम करता हूँ। बेकरी में या मिस्त्री? सीमेंट का काम करता हूँ। क्या? कहाँ से हो? असम का। हाँ? असम। असम से? आतंकवादी है तुम? असम का। അല്ലാ തീവ്രവാദി. ചോദിച്ചോട്ടെ. സാർ ചോദിക്കട്ടെ. लाइसेंस दिखाओ। लाइसेंस। लाइसेंस दो। दे रहा हूँ। नहीं है मेरे पास लाइसेंस। लाइसेंस नहीं है? फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल। आईडी कार्ड दे। आईडी कार्ड नहीं है। आईडी कार्ड नहीं है? फिर किससे पूछकर गाड़ी चला? किसने दिया गाड़ी? मालिक ने दिया। मालिक का नंबर दो. देता हूँ। दे रहा हूँ दे रहा हूँ. ഇപ്പൊ മനസ്സിലായ കേരള പോലീസിന് ഹിന്ദി അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ സാറൊരു സംഭവം. 9746 9746 412 412 223 223 3. 3. ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഫാൻ തുറങ്ങാത്തോ? അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിലെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ല അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിയിട്ട്. ആ ചെക്കൻ ഒരു അയ്യോ പാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു? അല്ല പിന്നെ നിങ്ങൾ തെളിയിക്ക്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിനെ നാണക്കേട്. സാറേ ആ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവരും പോയി കണ്ടല്ലോ. സമയമുണ്ട് വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ അവനകത്തേക്ക് വിട്. ആ സാറേ. സാർ എന്താടോ? ഒരു പരാതിയുണ്ട്. അഴിച്ചാടോ? സാർ സാർ ദാ ഓക്കെ. ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല അല്ല സാർ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയും സാർ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണ? അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാണ്. നീ SC? അതെ. നീ മുസ്ലിം? മിശ്ര വിവാഹം?
സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. സാർ എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടിയോളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാൻ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ നീരിക്ക്. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ് ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. എസ്സിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പൊ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതി നെസർ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്തെടുത്ത്. എടോ പോടോ. ഇതൊന്നും ശരിയാവോ? നന്നാക്കട്ടെ. നന്നാക്കാൻ പോവാ സാർ. സാർ അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? ചെക്കന്റെ വാപ്പ വലിയ പള്ളി മാലിന്യ കമ്മിറ്റീന്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകില്ല സാർ ഇതുപോലെ ഒരു പൊരുത്തം കെട്ട്. സാറിനൊന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ടമാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവർ. അന്ന് ടോന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ആ ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ഓന് വെള്ളച്ചായ. അത് മറന്നു. ഇപ്പൊ കൊണ്ട് ഈ കുടിച്ചോ. ജുബൈലേ, ഞാനെന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്നൊന്നും കൂട്ടെ. SMS അർജന്റാണ്. ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം. എന്തായി? എന്താ പ്രശ്നം? സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നുണ്ട്. സുമംഗലാറാ? ആ ബംഗാളി പയ്യൻ. ആ താനൊരു കാര്യം ചെയ്യും. ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് പറയാൻ. എത്ര തവണ വിളിക്കണോട്? 12:30 കഴിയുമ്പോൾ ചമ്പ്രോട്ടത്ത്. പൈസ ഞാൻ വന്നിട്ട് വരാം. ഇരിക്കും. ബൈക്കിൻ്റെ ഓണറാ? എവിടാ? ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നേ? സാറേ ഞാനാർക്കും വണ്ടി കൊടുത്തില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എടുത്തോണ്ട് വന്നാ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ? സാറേ വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കാണ്, ചാക്കണക്കെ ഇരിക്കാണ്. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ. അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതെ സാർ 2000 രൂപ 10 ഉറുപ്പിക പോലും ഇല്ല സാറേ. പൈസ എടുക്ക്.
600 रुपया സാർ ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है। 2000 मेरा पास नहीं है ना और पैसे 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से। हेलो एडो वांग जल्दी आ पैसा ले एडो वांग विളിക്ക്. हेलो तुम्हारा फ्रेंड पुलिस स्टेशन में पैसा मनी 1400 रुपये 2000 रुपये 2000 रुपये ब्रिंग अर्जेंटली ब्रिंग. मैं जाके लेके आऊँ കൂട്ടുകാരൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവന്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും, അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ആ അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे സന്തോഷായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട, ഇവന് ഇവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे मैं बैग चोरी नहीं किया सर निकल मैं चोरी नहीं किया ये लोग मुझे फंसा रहे എന്താടോ? എന്താ തീരുമാനം? ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ നാടി ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ? അത് തള്ളി വിടറോ? അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ അല്ല സാർ നമ്പർ ഡയലേ അല്ല സാർ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്. നിങ്ങളെ മോളെ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. ശരി മാ. ശരി. സിയെ കണ്ടാൽ മതി. हेलो जल्दी आ, मैं कितना टाइम से उठ के रहा हूँ इधर और कितना उठ के रहेगा जल्दी आ. അല്ല സാർ എവിടെയാ പണി? എന്താ ചോദിച്ചറിയാണ്ടെന്നുണ്ടോ? सर मैं जाके पैसा लेके आऊँ. No 2000 rupees depositing here and going. Go sit. मैं लेके आया था बोल. ബൈട്രാ. എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. ബുട്ട എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്തെ പിടിച്ചിരിക്കണെന്ന്. അതിൻ്റെ എഞ്ചിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ് ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോടങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യം മൂപ്പർക്കറിയാം. എന്താ സാറേ നീ പറയണല്ലത്? കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യമായിട്ട് ഞാനല്ല സാറേ. സാർ CI സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു.
ഷിയാബ് അവിടെ ചെന്ന് കണകുണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് വീടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ സിഐ ഓഫീസിലേക്ക് കൊണ്ടുപോകും. നീ ആ SI സാർ പറഞ്ഞ പോലെ സമ്മതിക്കുക. പിന്നെ വേറെ ഇതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇതൊന്നും അറിയാൻ പാടില്ല എനിക്ക്. എന്നിട്ട് പറയാം. പിന്നെ അങ്ങോട്ട് പോയി. ആ നിങ്ങളൊന്ന് പുറത്തിരുന്നേ. ഓ വാ. ആ ഷിയാബേ ഇരിക്കടോ. വേണ്ട സാറേ, ഞാൻ അവിടെ നിന്നോളാം. വാ. ഇതെന്തോടോ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പോലെ? താൻ ടെൻഷനാവാതെ ഇരിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിളിച്ചതല്ലേ ഷിയാബേ? വെള്ളം വേണം? കുടിച്ചോ? മതിയോ? എന്നിട്ട് പറയും. പടച്ചോനാണ്, എൻ്റെ ഉമ്മാണ്. എന്നെ രക്ഷിക്കണം സാറേ. മോഹൻ സാറ് പറഞ്ഞത് ഞാൻ ചെയ്ത്. എനിക്ക് അത്ര ഉള്ളൂ സാറേ. ഷിയാബേ, കാര്യങ്ങളിപ്പോൾ ആ വഴിക്കല്ല പോണത്. നീ നമ്മൾ പോലീസുകാരെ സ്ഥിരം സഹായിക്കുന്ന ആളല്ലേ? ബാക്കി പോലീസ് നോക്കിക്കോളൂ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? നീ ഇതങ്ങോട്ട് സമ്മതിക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ സാറന്മാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. പക്ഷേ ഇത് മോഷണക്കുറ്റാണ് സാറേ. ഇതിനെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. അപ്പോൾ കാര്യങ്ങൾ കുഴയാണല്ലോ നേരെ. ശരി, തൽക്കാലം ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്. ചെല്ലു. സാറേ, ഇത് പടച്ചം പൊറുക്കത്തെ കാര്യമാണ്. ഇതിനെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. ചെല്ലു ഷിയാബേ. അതെ, എന്തായി കാര്യം? ഇവന്റെ കാര്യം സാറേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോ നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണല്ലേ സാറേ? സാറേ പടച്ചോ പൊറുക്കില്ല സാറേ നിങ്ങളോട്. ആ സാറേ, സാറേ രണ്ടാഴ്ച ഉണ്ട്, കടവനാണ്. അത് ഇതുവരെ സ്റ്റേഷൻ പരിധി നിന്ന് പോയില്ലേ? ഇല്ല സാർ. എന്ത് കഷ്ടോട്. എടോ, കടവനാട് അൺനാച്ചുറൽ ഡെത്ത് ഉണ്ട്. താനിപ്പോ തന്നെ പോയി ഇൻക്വസ്റ്റ് നടത്തും. ഓക്കെ ഓക്കെ. അവളോട് ചൂടാവണ്ട. അത് നമ്മളെ ഇർഫാനല്ലേ? ചെന്തിനെ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച് ഇത് വലിയ പ്രശ്നാവൂലേ? എന്താ ചെയ്തിരിക്കണെന്ന് വല്ല ബോധണ്ടാ? ഞാൻ പറയണ കേക്ക്. തള്ളേ, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരുന്നത്? നിങ്ങൾക്കൊന്നും വേറെ പണി. ഇത് പോലീസ് സ്റ്റേഷനാ. അതിന്റെ ഒച്ച മൊഴിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോയി ഇവിടെ ആണുങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. മോളെ അങ്ങാടി പഠിക്കാൻ വിട്ടപ്പോ സമാധാനായിട്ടിപ്പോ റീസർച്ചും മണ്ണാൻ കട്ടി ഓത്തല്ലേ ഇവിടുന്ന്. പോയ മതി മതി പോയേ. പന്നി നിർത്തിക്കോണം. ഇന്നത്തോടെ നിന്റെ പ്രേമം മണ്ണം കട്ടി. പന്നിക്കണ്ട ഇറച്ചി മീൻ തിന്നിട്ട് എല്ലു കുത്തണ മാപ്പിളാര് കയറി നിരങ്ങളല്ലടാ ഞങ്ങളുടെ ജാതിക്കാര്. മനസ്സിലാവും? എന്താണോ ശ്രീകാന്ത് പിടിച്ചു കൊണ്ടോ? ചന്തയാണത്. ശ്രീകാന്ത് പറഞ്ഞല്ലേ ചന്ദ്രൻ ആരാന്ന് എനിക്ക് അറിയില്ല. ശ്രീകാന്ത് കുറെ നേരം মই ইয়াত কি কৰিম আৰু বহি আছো। এই ৰোড আছে নহয়, বাছ ষ্টেচন বনানি বুলি কয়। এই কাৰোবাক সুধিবি, অট'বালাক সুধিবি। ৰ মোক কৈ আছো ছাৰ, এইটো পুলিচ ষ্টেচনৰ ফুল এড্ৰেছ सर पुलिस स्टेशन का ना फुल एड्रेस बोलिए ना उसको, मालूम नहीं है उसको।